പ്രവീണേട്ട, അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വടകരയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ൽ ഒരു വിഭാഗമാണിത് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പിന്നീട് അത്തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വരികയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ആരാണ് ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കോൺഗ്രസ് ആണെങ്കിൽ മൗനത്തിലുമാണ്. അത് എന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ ഇനി അത് തുടർന്ന് ആ ഒരു വിഷയത്തിന്റെ പിന്നാലെ പോകണ്ട എന്ന് തീരുമാനിച്ചു. ഷാഫി പറഞ്ഞത് അത് ഏതറ്റം വരെയും പോകുന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്താണ് അത് ഇങ്ങനെ പാതി വഴിയിൽ നിൽക്കാൻ കാരണം ഏറെക്കുറെ അത് ആരാണ് ഇത് ചെയ്ത് എന്നൊക്കെ കോൺഗ്രസിന് ബോധ്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ഷാഫി പറഞ്ഞതാണ് സത്യം. ഏതറ്റം വരെ കോൺഗ്രസ് UDF പോകും. മാത്രമല്ല ഇതിന്റെ അന്തിമ വിധി വരാതിരിക്കണുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വടകരയിലും കോഴിക്കോട്ടും കേരളത്തിലെ അങ്ങോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പച്ച വർഗീയതയാണ് ആളിക്കത്തിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഈ കോരപ്പുഴ പാലത്തിനിപ്പുറത്ത് CPM ശ്രമിച്ചത് ന്യൂനപക്ഷ പീഡനമാണെങ്കിൽ കോരപ്പുഴ പാലത്തിനപ്പുറത്ത് വടകരയിൽ ശ്രമിച്ചത് ഭൂരിപക്ഷ പീഡനത്തിനായിരുന്നു. പച്ചയായ വർഗീയത പറഞ്ഞൊരു മത്സരമാണ് CPM നടത്തിയത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട്. നിങ്ങൾ ആലോചിക്കണം, തെരഞ്ഞെടുപ്പിൽ ജയിക്കും തോൽക്കും തെരഞ്ഞെടുപ്പ് കഴിയും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ജയിച്ചാലും തോറ്റാലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ കരുതേണ്ടതെന്നാണ് നാട്ടിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാവണം, സൗഹാർദ്ദം ഉണ്ടാവണം. ഈ നാട്ടിലെ അന്തരീക്ഷം എന്തായാലും കുഴപ്പമില്ല, തങ്ങൾക്ക് ജയിച്ചാൽ മതി എന്ന ഏറ്റവും നികൃഷ്ടമായ ചിന്താഗതിയുടെ പ്രതിഫലനമാണ് CPM നടത്തിയ ഈ കാഫിർ സ്ക്രീൻഷോട്ടുകൾ. ഒരു പാവപ്പെട്ട യൂത്ത് ലീഗ് ചെറുപ്പക്കാരൻ്റെ വ്യാജ Facebook ID-യിലല്ലേ ഇത് വന്നിരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ നേരിട്ട് ഫോണുമായി പോയില്ലേ പോലീസ് സ്റ്റേഷനിൽ പോയി. അത് കഴിഞ്ഞിട്ട് പോലീസ് കേസെടുത്തോ, നിരവധിയായ പരാതി പോയി. ഞങ്ങളൊക്കെ 2 തവണ SP കണ്ടു, കേസെടുത്തില്ല. അവസാനം ശ്രീ പാറക്കൽ അബ്ദുള്ള മുൻകൈയെടുത്ത് കേരള ഹൈക്കോടതിയിൽ അർജി ഫയൽ ചെയ്തപ്പോഴാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായത്. അതുവരെ കേസുകൾ നിഷേധിച്ചില്ല, നിരവധി എന്നിട്ടും അന്വേഷണം ഇവിടെ എത്തിയിട്ടില്ല. അവിടെ അതുമായി ബന്ധപ്പെട്ട് KK ലതികേന അത് ഷെയർ ചെയ്യുന്നുണ്ട്. KK ലതിക ചോദ്യം ചെയ്തോളൂ. ചോദ്യം ചെയ്ത് എന്തായി? KK ലതിക പോലീസ് പേജിലാണ് ആദ്യം വരുന്നത്, ഷെയർ ചെയ്തത്. KK ലതികയെ പോലീസ് ചോദ്യം ചെയ്തോളൂ. എന്നിട്ട് എന്തായി? എവിടെ ചോദ്യം ചെയ്തു? ഒരു DYFI നേതാവ്, വടകര നേതാവ് ചോദ്യം ചെയ്തോളൂ. എന്തായി? ഒന്നും ആയിട്ടില്ല. ഇത് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു ഇതിൽ CPM ആണെന്ന്, ഏതെല്ലാം നേതാക്കളാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് KK ലതികയുടെ Facebook പേജിൽ വരുന്നു, അമ്പാടിമുക്ക് സഖാക്കൾ എന്ന CPM വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നു, പോരാളി ഷാജി എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നു. ഇതെല്ലാം വന്നിട്ടും അതിൻ്റെ അഡ്മിന്മാരെയോ അതുമായി ബന്ധപ്പെട്ട നേതാക്കളെയോ പിടിക്കാനോ അറസ്റ്റിക്കാനോ പോലീസുകാരായിട്ടില്ല. ഇതിൽ പോലീസ് സ്വീകരിച്ച നടപടി പണ്ട് CPM ഭരണത്തിൽ എപ്പോഴും നടക്കുന്നത്, ഒരാളെ ഒരു ഇന്നോവ കാറിൽ വന്ന് വെട്ടുകയോ കുത്തുകയോ ചെയ്താൽ ആ കാറ് കസ്റ്റഡിയെടുക്കും പോലീസ്. കാർ ഓടിച്ചവനെയോ കാറിൽ യാത്ര ചെയ്തതിനോ പിടിക്കാൻ പറ്റില്ല. അതേ രീതിയാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഫേസ്ബുക്കിനെതിരെ കേസ് കൊടുത്താൽ പറഞ്ഞത് കേൾക്കുന്നത് ഇത് പ്രഹസനമാണ്. ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുന്നു കോൺഗ്രസ് UDF. നിങ്ങൾക്കൊരു സംശയവും വേണ്ട, അതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ പാർട്ടി സംശയിക്കുന്നത് ആരെ യഥാർത്ഥത്തിൽ? ഉത്തര കേരള CPM പാർട്ടി സംശയിക്കുന്നല്ലോ, കോൺഗ്രസ് സംശയിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ CPM-ന്റെ ഒരു ഔദ്യോഗിക ടീം തന്നെയാണ്. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ DYFI-ന്റെ ഏരിയ സെക്രട്ടറിയും ഷെയർ ചെയ്തൊരു പോസ്റ്റിന് സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? പാർട്ടി പറയുന്നു അവരൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് സൃഷ്ടിച്ചിരിക്കുന്നവരാണ്. സംശയത്തിന്റെ പ്രശ്നത്തിൽ വടകര തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം, നാദാപുരത്ത് CPM-ഉം അവിടെ ഒരു പക്ഷത്ത് CPM, ഒരു പക്ഷത്ത് ലീഗും SDPI-യും ഒക്കെ മറ്റൊരു പക്ഷത്ത് നിരന്തരമായിട്ട് അവിടെ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് അതൊന്നുമല്ല, അതിനപ്പുറത്തേക്കാണ്. എങ്കിൽ പോലും ആ സംഘർഷത്തിന്റെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ആ ഒരു വിദ്വേഷത്തിന്റെ ഒരു സ്റ്റൈലിലേക്ക് അതങ്ങനെ വടകരയിലേക്കും വ്യാപിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. വടകര ലോക്സഭാ മണ്ഡലം മുഴുവൻ ആ നാദാപുരത്തെ വിദ്വേഷം ഇപ്പോഴും നിലനിൽക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ വ്യാപിച്ചു വരുന്നതാണ്. ആ രീതിയിലേക്ക് കൊണ്ടുവന്നത് CPM ആണ് എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, അത് കറക്റ്റാണ്. അതായത് നേർവഴിക്ക് ജയിക്കാൻ സാധിക്കില്ലെന്ന് CPM-ന് ബോധ്യപ്പെട്ടപ്പോൾ വർഗീയത പറഞ്ഞ് ജയിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അതിൽ പ്രബുദ്ധരായ വടകര അതിൽ വീടില്ല. ഷാഫി പറമ്പിൽ ഏതാഗതി ഇതിൽ വേട്ടയാടി. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര അമ്പലത്തിൽ അദ്ദേഹം പോയപ്പോൾ
ഷാഫിയെ സംഘി എന്നാണ് വിളിച്ചത്, അല്ലേ? അവിടെ ജാതി മത ഭേദമന്യേ എല്ലാ സഹോദരിമാരും ഈ നമ്മുടെ നോമിനേഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി ഷാഫി പോകുമ്പോൾ അദ്ദേഹത്തെ അനുവാദം ചെയ്തപ്പോൾ പി ജയരാജൻ പറഞ്ഞത് വെണ്ണപ്പാളി പെണ്ണുങ്ങളാണ് അവർ പിടിച്ചിട്ടത്, അല്ലേ? അപ്പം എല്ലാ അർത്ഥത്തിലും CPM ശ്രമിച്ചത് വർഗീയ ധ്രുവീകരണത്തിനായിരുന്നു. ഷാഫി ചിലയിടങ്ങളിൽ ഒരു വർഗീയവാദി, ചിലയിടങ്ങളിൽ ഒരു മതവാദി, ചിലയിടങ്ങളിൽ ഒരു മോശക്കാരൻ എന്നൊക്കെ പ്രവചനം നടത്തിയത്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇവിടെ വന്ന് പ്രസംഗിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസറാണ് ഷാഫി പറമ്പിലല്ലേ പ്രവചിച്ചത്. പക്ഷെ ഇതിലൊക്കെ വടകര ജനത തള്ളിപ്പറഞ്ഞില്ലേ? UDF ഇതിനെയൊക്കെ അതിജീവിച്ചത് ജയിക്കും എന്ന് അറിയാമായിരുന്നു. വടകര ജനതയുടെ മതേതര മനസ്സാണ് ഇതിനൊക്കെ പ്രതിരോധിക്കുക. ഈ മുല്ലപ്പള്ളിക്ക് ശേഷം പിന്നെ അങ്ങോട്ട് ആ മണ്ഡലം പോയിട്ടില്ലല്ലോ, ലോക്സഭാ മണ്ഡലം ഒരിക്കലും പോവുകയില്ല. ഇനി ഒരിക്കലും അത് CPM കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം എന്നറിയോ, മാത്രവുമല്ല CPM അത്രയും പ്രഗത്ഭനായ ഒരു നേതാവിനെ കൊണ്ടുവന്ന് വലിയൊരു ഫൈറ്റ് നടന്നാൽ ഒരു പക്ഷേ അല്ലേ അങ്ങനെ ഒന്ന് പേര് പറയൂ, അങ്ങനത്തെ ആളെ പേര് പറയും. ആരാ CPM ഉള്ളത്? ഇപ്പം ഒരു പിണറായി വിജയനെ മാറ്റി നിർത്തി അങ്ങനത്തെ നേതാവിന്റെ പേര് പറയുന്നത്. ഉണ്ടായ നേതാക്കൾക്ക് പലരും മരിച്ചുപോയി. പിന്നെ പല നേതാക്കളെയും മൂലക്കിരുത്തുകയും ചെയ്തു പാർട്ടി. ആ പാർട്ടി ഇപ്പോൾ അഴിമതിയും കൊള്ളയും നടത്തുന്ന ചില നേതാക്കളുടെ റാക്കറ്റിലല്ലേ, അവരുടെ കൈകളിലല്ലേ. ഇപ്പം CPMനകത്ത് കുറേ നല്ല പ്രവർത്തകർ ഇപ്പോഴുണ്ട്, നാടിനെയും പാർട്ടിയെയും സമൂഹത്തിൽ തുടങ്ങും. പക്ഷെ അവർക്കൊന്നും പാർട്ടിയുടെ റോളില്ല, അവർക്കൊന്നും പാർട്ടിയിൽ ഒന്നുമല്ല. ഇന്നലെ കണ്ടവരൊന്നും പാർട്ടിയിൽ ആരുമല്ല. ഇന്ന് കണ്ടവർ നേതാവായി അവർ നടത്തുന്ന അഴിമതിയെ പിന്തുണയ്ക്കുന്ന ആളുകളെയാണ് താഴെ തട്ടിലുമ്പക്കുന്നത്. ഈ പാർട്ടി സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പാർട്ടി സമ്മേളനങ്ങളൊക്കെ തന്നെ കയറി വന്നിരിക്കുന്നത് ഇന്നലകളിൽ പാർട്ടി രംഗത്തില്ലാത്തവരും പൊതുസമൂഹത്തിൽ സ്വീകാര്യമില്ലാത്തവരാണ്, അല്ലേ? അങ്ങനെയുള്ള പേര് പറയുക. സ്ക്രീൻഷോട്ട് വിവാദത്തിൽ എന്തായാലും അവര് സംഭവമായിട്ടും ഇപ്പോഴും മുന്നോട്ട് പോകുക തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഹൈക്കോടതിയുടെ അന്തിമവിധിക്കായി കാത്തു നിൽക്കുന്നു കോൺഗ്രസ്. പക്ഷെ അതിൽ ഇനിയും അറസ്റ്റുകളൊന്നും ഉണ്ടായതുമില്ല. അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ നിയമപരവും രാഷ്ട്രീയ പോരാട്ടവുമായി കോൺഗ്രസിനുള്ളൂ. 5 ഘട്ട സമരങ്ങൾ നടത്തിയാണ്. 5 ഘട്ട സമരം. ഇനിയും ആ സമരവുമായി മുന്നോട്ട്. ഓക്കെ.